السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. بسم الله الرحمن الرحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ മുഅ്ജിസത്തുകളിൽ അതിപ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ഒരു മുഅ്മിനിന് നാളെ ഈ ലോകത്തോട് വിട പറഞ്ഞ് ഖബറിന്റെ ആഴിയിലേക്ക് കൊണ്ടുവെക്കപ്പെട്ടാലും ബർസഖി ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലും അവിടെ നമുക്ക് ശഫാഅത്ത് റെക്കമെൻഡ് ചെയ്യാൻ ഈ ഖുർആൻ പ്രത്യക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന് ഖുർആൻ കൊണ്ട് ദലാലത്തിലേക്കും ഹിദായത്തിലേക്കും എത്തുവാൻ സാധിക്കും. എങ്ങനെയാണ് ഖുർആൻ കൊണ്ട് ഹിദായത്ത് ലഭിക്കുന്നത്? അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അറിഞ്ഞപ്പോൾ അവിടുത്തെ തലയെടുക്കാൻ വേണ്ടി പുറപ്പെട്ട ആ ഒരു ചരിത്രം നമുക്കൊക്കെ സുപരിചിതമാണ്. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അവസാനം തന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾക്ക് ശേഷം ആ ഖുർആൻ ഒന്ന് കയ്യിലേക്ക് തരുമോ ഫാത്തിമ എന്ന് പറഞ്ഞപ്പോൾ ഉമറെ, താങ്കൾ അശുദ്ധമാണ്, പോയി ശുദ്ധിയാക്കി വരൂ എന്ന് ഫാത്തിമ തിരിച്ചടിക്കുകയും ചെയ്തപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ വുളു എടുത്തു വരികയും ഖുർആൻ ത്വാഹയിലെ സൂക്തങ്ങൾ പാരായണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മദീനയിലെ പുലിക്കുട്ടിയായ മറന്നു കേൾക്കുമ്പോൾ മദീനയിലെ മണലാരുണ്യങ്ങൾ മുഴുവനും കോരിത്തെരിപ്പിക്കുന്ന രീതിയിൽ പേടി സ്വപ്നമായിട്ടുള്ള ഉമർ, തെമ്മാടികളുടെ നേതാവായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഇന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സ്വർഗത്തിന്റെ അവകാശികളിൽ 10 അവകാശികളിൽ ഒരിടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ കൊണ്ട് നേടിയ ഹിദായത്താണ്. അതേപോലെ തന്നെ വലാലത്തിലേക്കും നമുക്ക് ഈ ഖുർആൻ കൊണ്ട് അതിന്റെ അദബ് കേട് കരസ്ഥമാക്കിയാൽ അതുകൊണ്ട് വഴിപിഴക്കുന്നതിനും കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കട്ടെ. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, ആരാണ് നബി അല്ലാഹുവിന്റെ അഹ്ലുകാർ? അപ്പോൾ മറുപടി പറയുകയാണ്, അഹ്ലുല്ലാഹി ഫിദ് ദുനിയ യഖറഊനൽ ഖുർആൻ അല്ലദീന യഖറഊനൽ ഖുർആൻ. ദുനിയാവിലെ അള്ളാഹുവിന്റെ അഹ്ലുകാരെന്ന് പറയുന്നത് അവർ ഖുർആൻ പാരായണം ചെയ്തവരാണ്. അവർക്ക് സ്വർഗത്തിന്റെ സുഖാസ്വാദനങ്ങൾ പോലും മറന്നുപോകുന്ന രീതിയിൽ ഉള്ള ലിഖാ, അള്ളാഹുവിന്റെ ആ ലിഖാ, അള്ളാഹു പ്രകടമാവുക, അള്ളാഹുവിനെ കാണുക എന്ന ആ ഒരു സൗഭാഗ്യം ലഭിക്കുന്നത് ഖുർആൻ ഓതിയ ആളുകൾക്കാണ്. അതുകൊണ്ട് ഇവിടെയും ബർസഖ് ജീവിതത്തിലും ആഖിറത്തിലും നമുക്ക് കൂട്ടായി ഈ ഖുർആനാണ് നമുക്ക് ഉണ്ടാവുന്നത്. അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് അതിന്റെ മഹത്വം യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസം പോലും ആ ഖുർആനുമായി ബന്ധമില്ലാത്തൊരു ദിവസം നമ്മുടെ ഹിസ്റ്ററിയിൽ കടന്നു പോകാൻ പാടില്ല. ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിക വെളിച്ചത്തിലായി നമ്മുടെ ജീവിതത്തിന് നല്ല ഒരു മുന്നോട്ട് പോക്ക്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ആഖിബത്ത് നന്നായിട്ട് ഈ ലോകം വിട്ടുപിരിയുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.